ഹായ് ഫ്രണ്ട്സ്. എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ ആയിരിക്കും മുടി നമ്മൾ പറഞ്ഞതിൽ നിന്നും വിപരീതമായി മുടിക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കുന്നത്. വാട്ട് എവർ, ഞാനിനിപ്പോൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഒരു നോർമൽ സാറ്റർഡേ അല്ല, നാളെ ഓശാനയാണ്. ആൻഡ് ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കേണ്ട ദിവസമാണ്. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള 3ാമത്തെ ഈസ്റ്ററാണ്. ആദ്യം വന്ന ഒരു ഇയർ അങ്ങനെ നമ്മൾ പാർട്ട് ടൈം പഠിക്കണം, അങ്ങനെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. ഇപ്പോഴും സ്ട്രഗിൾസിന് വലിയ കുറവൊന്നുമില്ലെങ്കിലും നമുക്ക് ഈസ്റ്ററൊക്കെ ആഘോഷിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ കോഴിക്കോട്ട് ഉണ്ടാക്കാം, കാണിച്ചു തരാം. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കണ്ണാടി നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ? അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബട്ട് വി ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടുഡേ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഓശാനയുടെ സമയത്ത് നല്ല രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ആ സമയത്ത് എൻ്റെ വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കുക. ബാക്കി സമയങ്ങളിൽ എനിക്ക് അധികം ഓർമ്മയില്ല. അതല്ലാത്തൊരു പലഹാരമായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ഭയങ്കര കുറവാണ്. ഓശാനയുടെ സമയത്ത് എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് എന്തായാലും സ്കൂളില്ല, സ്കൂൾ പൂട്ടിയിരിക്കുന്ന ടൈമാണ്, സമ്മർ ഹോളിഡേയ്സ് ആണ്. പിന്നെ കാറ്റീസം ക്ലാസ്സും കഴിഞ്ഞിരിക്കുന്ന സമയം തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഒഴിച്ച ശർക്കരയുടെ സൊല്യൂഷൻ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് അത് കൂടുതലാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് നാളികേരം ചേർക്കാം. മധുരം കറക്റ്റോ? ഇതിൻ്റെ ഫസ്റ്റത്തെ പോലെ സക്സസ് ആയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ പണിയൊന്ന് പാളിയപ്പോൾ ഞാൻ കുറച്ചും കൂടിയും വെള്ളമൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലെത്തിയത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ശർക്കരയും നാളികേരം കയറ്റുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം. എന്താണെങ്കിലും ഞാനിതൊരു കൊഴുക്കട്ടയാക്കുന്നതായിരിക്കും. ഓക്കെ, ഈസ്റ്റർ അല്ലെങ്കിൽ ഹോളി വീക്കിലേക്ക് കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവരെയും പോലെ 50 ദിവസം നോണും പല ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ കഴിക്കാണ്ട് ഇതെല്ലാം മാറ്റി വെച്ച് അതൊക്കെ കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം നല്ല രീതിയിൽ ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഒന്നേ ഓശാന അല്ലെങ്കിൽ പെസഹ, ദുഃഖവെള്ളി. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ആയിരിക്കും. അതെങ്കിൽ വീട്ടിൽ നിന്ന് മലയാറ്റൂരോ കനകമലയോ, തൃശ്ശൂരുള്ളവർ കൂടുതൽ ആ സമയത്ത് കനകമല പോയി തുടങ്ങിയതാണ്. പക്ഷെ എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് എപ്പോഴും നമ്മൾ പോവാറ് മലയാറ്റൂരാണ്. ചേച്ചിയും ഞാനും അപ്പനും അമ്മയൊക്കെ പോവും. പിന്നെ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് പോയിട്ടില്ല, പക്ഷേ കോളേജിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ മലയാറ്റൂരൊക്കെ കയറുന്ന സമയത്ത് വെൻ കമ്പയർഡ് ടു ബാക്കി 2 തൊട്ട് 14 വരെയുള്ള സ്ഥലങ്ങൾ, 1ാമത്തെ മലയിലേക്ക് എത്തുന്നതാണ് അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് എത്തുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ആൻഡ് ഭയങ്കര സ്റ്റീപ്പായിരിക്കുന്നതും. അപ്പോൾ അതൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മോട്ടിവേഷനാണ്. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വയ്യാതെയാവും. പിന്നെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പൊന്നിയും കുരിശും മുത്തപ്പാന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത ചേട്ടന്മാരെ ചേച്ചിമാരെ വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരായിരിക്കും ബാക്കി പറയുന്നത്, പൊന്മല കയറ്റം എന്നൊക്കെ ബാക്കി പറയുന്നത്. കോളേജിൽ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും ജീസസ് യൂത്തിൻ്റെ പാർട്ടായിട്ടും ഒക്കെ പോകുമ്പോൾ ആ സമയത്ത് പോയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. രാത്രി കയറുമ്പോഴായിരിക്കും കുറച്ചുകൂടെ സുഖം. കാലത്തെ ആ ചൂട്, വെയിൽ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. രാത്രി കുറച്ച് തണുപ്പും കാറ്റും, ചില സമയങ്ങളിൽ തിരക്കും കുറവായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും എങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ഏതുള്ള കറക്റ്റ് റെസിപ്പിയും സംഭവങ്ങളൊന്നും പറയാത്തത്. ഒരു പക്ഷേ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും എങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കണമെന്നും എല്ലാം അറിയാം. സോ ഐ ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദീസ്. ഓശാനയുടെ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള വേറൊരു അടിപൊളി കാര്യം കുരുത്തോല കിട്ടുന്നതാണ്. പള്ളിയിൽ നമുക്ക് എല്ലാവർക്കും കുരുത്തോല കിട്ടും. അപ്പോൾ ആ സമയത്ത് അച്ഛൻ നമ്മുടെ കുരുത്തോല വരുമ്പോൾ കീറാത്ത കുരുത്തോല അല്ലെങ്കിൽ ഭയങ്കര വലിയ നല്ല നീളത്തിലുള്ള കുരുത്തോല കിട്ടിയ ഇപ്പോൾ കുട്ടികളെല്ലാവരും മുന്നിൽ നിന്നിട്ടായിരിക്കും കുർബാനയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ കിട്ടാനൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. എനിക്ക് കീറിയ കുരുത്തോലയൊക്കെ കിട്ടിയ സങ്കടമുണ്ട്. അതിനൊരു റീസൺ, പണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മാമ്മയൊക്കെ ഈ കിട്ടുന്ന കുരുത്തോല വെച്ചിട്ട് കൈമ കെട്ടാനുള്ളൊരു സംഭവം ഉണ്ടാക്കും. അതിനെ പഴുതാര എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ അറിവിൽ പഴുതാര ഒരു ഇൻസെക്റ്റ് ആണ്. പക്ഷേ ഇത് കൈമ കെട്ടുന്ന ഒരു സംഭവം. എനിക്ക് അറിയുന്ന എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ, കാരണം പണ്ട് അപ്പം പറഞ്ഞു കേട്ടിട്ട് അമ്മ അത് ഉണ്ടാക്കാൻ പഠിച്ച് എൻ്റെ അപ്പന് കൈമ കെട്ടിക്കൊടുക്കുമായിരുന്നു. എൻ്റെ ചേച്ചി അത് പഠിച്ചിരുന്നു. ഞാനത് എത്രയൊക്കെ പഠിക്കാൻ നോക്കിയിട്ടും എനിക്കത് സക്സസ് ആയിട്ടില്ല ആ സംഭവം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കണ്ടെന്ന് അറിഞ്ഞ് വേറൊരാൾക്ക് കൂടെ ഭയങ്കര ആവേശമായിരുന്നു കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. കാനഡയിൽ തന്നെ വേറൊരു സിറ്റിയായ കിച്ചണറിൽ ചേച്ചിയും ഫാമിലിയും താമസിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ മോള് ടോവ, അവൾക്കും കൊഴുക്കട്ട ഉണ്ടാക്കണം. കാരണം കാനഡയിൽ വന്നിട്ടുള്ള ടോവയുടെ ഫസ്റ്റ് ഈസ്റ്ററാണ്. എന്നെ മേമി എന്നാണ് വിളിക്കുക. അപ്പോൾ മേമിയേക്കാൾ അടിപൊളിയായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു അവളും ചേച്ചിയും ചേട്ടനും എല്ലാവരും. പണ്ട് കാനഡയിൽ വരുന്നതിന് മുൻപ് അവൾ എൻ്റെ പാരൻസിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അമ്മ എപ്പോഴും പറയും, ചെറുതായിരിക്കുമ്പോഴേ സഹായിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില സമയത്ത് അമ്മയുടെ കൂടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും, അതില്ലെങ്കിൽ തുണി മടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു പ്രത്യേക എനർജിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇവരെയും ഉൾക്കൊള്ളിച്ച് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിതിൻ്റെ ഓരോ സ്റ്റെപ്പ് അറിയും. ഇവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നേക്കാൾ മുമ്പേ സക്സസ്ഫുള്ളി അവരും കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി കൊഴുക്കട്ട വേവിച്ചെടുത്താൽ മതി. പക്ഷെ ഇവിടെയാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. കാരണം കാനഡയ്ക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത്
അധികം കുക്ക് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം ചെറുതായിരുന്നു. സോ അറ്റ് എ ടൈം 3 എണ്ണം വെക്കാൻ അത്രയും വലുപ്പമുള്ള പാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പയ്യത്തുന്ന പനയം തിന്നാന്നാണല്ലോ. അപ്പോഴേക്കും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ 2 പാർട്ടായിട്ട് വെച്ച് നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം സക്സസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോവാണ്. ഇത് ഓശാനയുടെ കുർബാനയല്ല, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നൊരു പള്ളിയാണ്, സെയിൻറ്റ് പാട്രിക് ചർച്ച്. ഓട്ടോയിൽ വരുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ മസ്റ്റ് വിസിറ്റ് ആയിട്ട് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പള്ളി കാണിച്ചു തരാം. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന ബസ് പാർലമെൻറ്റ് സ്റ്റേഷനിൽ നമ്പറുള്ള നമ്പർ 19 ബസ്സായിരിക്കും. ബസ്സിൻ്റെ പേരും പാർലമെൻറ്റ് തന്നെയാണ്. നാട്ടിലെ പോലെ ബസ്സുകൾക്ക് തന്നെ വേറെ പേരില്ല. ഏതാണ് എൻ സ്റ്റേഷൻ അതായിരിക്കും ബസ്സിൻ്റെ നെയിം. കാനഡയുടെ ക്യാപിറ്റൽ ഓട്ടോവേ ആണ്. ഓട്ടോവയിൽ പാർലമെൻറ്റിലേക്ക് പോകുന്നതും ഈ ബസ് ത്രൂ തന്നെയാണ്. ഇത്രയും ശാന്തസുന്ദരമായ മഞ്ഞൊന്നും ഇല്ലാത്ത വഴി കാണുന്നതിൻ്റെ റീസൺ ഓൾമോസ്റ്റ് സമ്മറായി, ബട്ട് സ്റ്റിൽ ചില ദിവസങ്ങളിൽ മഞ്ഞുണ്ടായിരിക്കും, വെയിലുണ്ടായിരിക്കും, മഴയും ഉണ്ടായിരിക്കും. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ ബസ്സിൻ്റെ നമ്പറും പേരും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ഇവിടെയെല്ലാം ഗൂഗിൾ മാപ്പിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ആപ്പിൻ്റെ ഹെൽപ്പോടു കൂടിയായിരിക്കും നമ്മൾ ഫുൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻസ് എല്ലാം നോക്കുന്നത്. സപ്പോസ് റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫ് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ സൈൻ ബോർഡ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഇത് ഞാൻ നോർമലി എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്കമിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇവിടെ ഇവരെ നോട്ടീസായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, കോമൺ ആയിട്ട് ആൾക്കാർ കാണുന്ന ഒരു സ്ഥലത്ത്. ഇതുപോലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഇവൻറ്റ്സും പിന്നെ മേ ബി പാർട്ട് ടൈം ജോബ് ആയിരിക്കാം, ഇങ്ങനെയെല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ കേസിൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബസ് വന്നു. നമ്പർ 19 പാർലമെൻറ്റിലേക്കുള്ള ബസ്സാണ്. ലാസ്റ്റ് സ്റ്റോപ്പിൽ തന്നെ നമുക്ക് ഇറങ്ങേണ്ടതും. നാട്ടിലെ പോലെ ഇവിടെ ബസ്സിൽ കിളി, കണ്ടക്ടർ, ഡ്രൈവർ ഇവർ 3 പേരൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാം കൂടെ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓരോരുത്തരും ഇൻഡിവിജ്വലായി കാർഡ് ടാപ്പ് ചെയ്തിട്ടായിരിക്കും ബസ്സിലേക്ക് കയറുന്നത്. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും യെല്ലോ കോഡ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ കിളി മണി അടിക്കുന്ന പോലെ ആ ചരട് വലിച്ച് മണി അടിക്കുന്ന സെയിം സിറ്റുവേഷൻ, പക്ഷേ ഇവിടെ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഡ്രൈവർ വണ്ടി നിർത്തുമ്പോൾ തന്നെ അറ്റ് എ ടൈം 3 ഡോർസ് ഓപ്പൺ ആവും, എല്ലാവർക്കും ആക്സസ് ചെയ്യാം. എനിവേ ബസ് ഇറങ്ങി ഒരു 5 to 10 മിനിറ്റ്സ് നടക്കാനുണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ എൻ്റെ കൈൻഡ് ഓഫ് സ്ഥിരം കലാപരിപാടികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ സെയിൻറ്റ് പാട്രിക് ചർച്ച്. ഓട്ടോവയിൽ തന്നെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ചർച്ചും ആൻഡ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചും കൂടിയാണ് സെയിൻറ്റ് പാട്രിക് ചർച്ച്. ഡൗൺ ടൗണിലെത്തുന്നവർക്ക് ഈവൻ ബൈ വാക്ക് ആണെങ്കിലും ഇവിടെ എത്താൻ പറ്റും. ഈ പള്ളിയുടെ ഡിസൈൻ, ആർക്കിടെക്ചർ ഇതൊക്കെയാണ് വൺ ഓഫ് ദ റീസൺ ഇത് വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ തവണ ഒരു ദിവസം കുർബാനയുള്ളത്. ഡെയിലി ബേസിസ് 3 കുർബാന ഇവിടെ നടക്കുന്നതായിരിക്കും. പാം സൺഡേ അഥവാ ഓശാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, അൾത്താരയിലുള്ള ഈശോയുടെ രൂപങ്ങളാണെങ്കിലും മറ്റ് സ്റ്റാച്യൂസ് എല്ലാം പേർപ്പിൾ കളേർഡ് തുണി വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് കയറി വരുന്ന 3 എൻട്രൻസിലായിട്ട് തന്നെ അവർ ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്സിൽ ഒത്തിരി കുരുത്തോല വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ആവശ്യാനുസരണം 1, 2 മേ ബി അതിൽ കൂടുതലോ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ കാണുന്ന ചർച്ചിൻ്റെ ഡിസൈനിങ് എല്ലാം ഇവർ സ്റ്റാർട്ട് ചെയ്തത് 1869 നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ചർച്ചസ് കുർബാനയ്ക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നതും ആൻഡ് ഈവൻ ആഫ്റ്റർ ദാറ്റ് അവർ ക്ലോസ് ചെയ്യും. പക്ഷേ ഈ ഒരു ചർച്ച് മാത്രമാണ് മോർണിംഗ് 5:30 ഓപ്പൺ ചെയ്ത് ഈവനിങ് 5:30 ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ കുരുത്തോലൊക്കെ കിട്ടി, കുർബാനയെല്ലാം കഴിഞ്ഞു. ഇവിടെ നോർമലി എങ്ങനെയാണോ സൺഡേയിലത്തെ കുർബാന അത് സെയിം തന്നെയായിരിക്കും സാറ്റർഡേ ഈവനിങ്സിൽ ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഓശാന കുർബാനയ്ക്ക് എന്തായാലും പോവും, പക്ഷേ അത് മേ ബി മലയാളം പള്ളിയിലായിരിക്കും. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കോഴിക്കോട്ടൊക്കെ കഴിക്കണം. ഇത് ഒത്തിരി കാറൊക്കെ പോകുന്ന റോഡാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ.